ഹായ് ബഡീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ആക്റ്റീവ 125 BS6 OBD2B 2025 മോഡലിലേക്ക് വേണ്ടി ഇറങ്ങിയ ആക്റ്റീവ 125 ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്നത് OBD2B എന്നും OBD2A എന്നൊക്കെ പറയുന്നത് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമപ്രകാരം 2025 ഏപ്രിൽ മുതൽ OBD2B വാഹനങ്ങൾ, അതായത് OBD2B സ്കൂട്ടറുകളും ബൈക്കുകളും പുറത്തിറക്കണം എല്ലാ കമ്പനികളും. അപ്പോൾ ഹോണ്ടയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് പരിഷ്കരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വീണ്ടും ഇറക്കിയിട്ടുണ്ട്. ആ വണ്ടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ആക്റ്റീവ 125. നമുക്കിപ്പോൾ ഈ വണ്ടി തന്നിരിക്കുന്നത് മുണ്ടക്കയം പുരക്കൽ ഹോണ്ട, മുണ്ടക്കയം പയങ്ങനുള്ള പുരക്കൽ ഹോണ്ട, പുരക്കൽ ഹോണ്ട എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ കോട്ടയം ജില്ലയിലെ ഡീലേഴ്സാണ് ഈ പുരക്കൽ ഹോണ്ട എന്ന് പറയുന്നത്. അവരുടെ കോട്ടയം ജില്ലയിലെയും പിന്നെ മറ്റ് ബ്രാഞ്ചസുകളിലുള്ള ഡീലേഴ്സിൻ്റെയും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് നോക്കി കോട്ടയം ജില്ലക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അതിനടുത്തുള്ള ജില്ലക്കാരാണെങ്കിൽ അവിടുന്ന് കോട്ടയത്ത് നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എല്ലാ തവണയും പോലത്തെ ലൊട്ടിലൊടുക്ക് മാറ്റങ്ങളല്ല ഇത്തവണ ഹോണ്ട ഈ ആക്റ്റീവ 125 കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, മീറ്റർ അസംബ്ലി കണ്ടല്ലോ, ഇതല്ലോ മീറ്റർ അസംബ്ലിയിൽ മാറ്റം വന്നു. അതിൽ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച്, ഇവിടുത്തെ ഈ കവറിൻ്റെ കളറ്, പിന്നെന്താ ഒരു USB-C ചാർജിങ് പോർട്ട്, ഓക്കെ. മാറ്റം വന്ന ഒരു LED ഡിസൈൻ കണ്ടോ, LED ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഷോക്കിന് ചെറിയൊരു കളർ വ്യത്യാസം, അത് നേരത്തെ സിൽവർ ആയിരുന്നു, അത് ബ്ലാക്ക് ആക്കി. പിന്നെ ഈ പീസ് മെറ്റൽ പീസായിരുന്നു, അത് ഫൈബർ പീസാക്കി. OBD2Aയിൽ നിന്നും OBD2Bയിലേക്ക് കമ്പാറ്റബിൾ ആക്കുന്നതിന് വേണ്ടി ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഓക്സിജൻ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ, ഈ OBD2Bയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഗതിയാണ് ആ സെക്കൻഡറി ഓക്സിജൻ സെൻസർ. ഓൾറെഡി ഒരു ഓക്സിജൻ സെൻസർ OBD2Aക്ക് ഉണ്ടായിരുന്നു. അതിന് കൂടെ തന്നെ അത് ഫ്യൂല് ബേൺ ചെയ്യുന്നതിന് മുമ്പുള്ള ഓക്സിജൻ്റെ അളവ് അറിയാൻ വേണ്ടിയായിരുന്നു. ഈ ഫ്യൂല് ബേൺ ചെയ്തതിന് ശേഷമുള്ള ആ പുകയിൽ നിന്നുള്ള ഓക്സിജൻ്റെ അളവ് അറിയാൻ വേണ്ടിയാണ് ഈ സംഗതി കൊടുത്തിരിക്കുന്നത്. ഫ്യൂല് ശരിക്കും ബേൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയുള്ള സംഗതി, അത് സെക്കൻഡറി ഓക്സിജൻ സെൻസർ. ഇത് 3-4 വേരിയൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഒരു വേരിയൻറ്റേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ വേരിയൻ്റാണ്. ഏറ്റവും കൂടിയ വേരിയൻ്റ് എന്ന് പറയുന്നത് സ്മാർട്ട്, അതായത് ഈ കീക്ക് പകരം റിമോട്ട് വരുന്നതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടിയ വേരിയൻറ്റ്. അതിൽ മീറ്റർ അസംബ്ലിയിൽ ഇത് തന്നെയാണ്, പക്ഷേ ഹോണ്ട റോഡ് സിങ്ക് ആപ്പൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാപ്പ് കാണും, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാണും. ഇതിന് അതില്ല. ഇത് രണ്ടാമത്തെ വേരിയൻ്റാണ്. പിന്നെ മൂന്നാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ്, അതായത് അനലോഗ് മീറ്റർ അസംബ്ലിയൊക്കെ ഉള്ളതും. ഇതിൻ്റെ സ്ഥാനത്ത് ഇതിപ്പം അലോയ് വീലാണല്ലോ, അലോയ് വീലിൻ്റെ സ്ഥാനത്ത് ഷീറ്റ് മെറ്റൽ സാധാരണ അലോയ് അല്ലാത്ത മോഡൽ വീലായിട്ട് വരുന്നതായിട്ടുള്ള മോഡൽ ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. ആ സ്വിച്ചസിലേക്ക് കടന്നാൽ ഡിം ബ്രൈറ്റ്, പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, സെൽഫ് സ്വിച്ചാണിത്. പിന്നെ ഇത് എൻജിൻ കിൽ സ്വിച്ച് അല്ല, അതിന് പകരം ഓട്ടോമാറ്റിക് കട്ട് ഓഫ്. ഈ ബ്ലോക്കുകളിലൊക്കെ വണ്ടി കുറച്ച് നേരം ഇടേണ്ടി വരുമ്പം വണ്ടി തനിയെ ഓഫ് ആകുന്ന ഫീച്ചർ ഉണ്ടല്ലോ, ആ ഫീച്ചർ ഓഫ് ആക്കാനും ഓണാക്കാനുള്ള സ്വിച്ച്. അത് സെൽഫ് അടിച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കാം. അല്ലെങ്കിൽ ഓണായി കിടക്കുവാണെങ്കിൽ ബ്ലോക്കുകളിൽ ഈ വണ്ടി ഓഫാവും 3 സെക്കൻഡ് കഴിയുമ്പോൾ. പിന്നെ ഈ സ്വിച്ച് ഒരു 4-way സ്വിച്ചാണ്. 1, 2, 3, 4, അതായത് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ, സെൻട്രൽ പ്രസ് ഇല്ല. ഈ മീറ്റർ അസംബ്ലി ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ സ്വിച്ചാണ്. അത് ഈ ആരോയിലേക്ക് നോക്കുക. ഈ ആരോയിലേക്ക് റൈറ്റ് ആരോയാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടല്ലേ, ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ മേളത്തെ കട്ട. അത് താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടത്, വീണ്ടും താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ പല പല ഉപയോഗങ്ങൾക്കാണ് ഈ സ്വിച്ച്. മനസ്സിലായില്ലേ? ഇതിപ്പം ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ കണ്ടില്ലേ, ഇൻഡിക്കേറ്ററിൻ്റെ പുറത്താണ്, സ്ക്രീനിന് പുറത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഈ കാണുന്നത് എൻജിൻ മാൽ ഫങ്ഷൻ ലൈറ്റാണ്. അത് കത്തിക്കിടക്കുവാണ്, ബാറ്ററി ഡൗൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാ ഈ സെൻസർ കണ്ടോ, ഈ സെൻസറാണ് ഇതിൻ്റെ ഡാർക്ക് മോഡ് ആണോ, ഈ സ്ക്രീന് ഡാർക്ക് മോഡ് വേണോ ലൈറ്റ് മോഡ് വേണോ എന്നുള്ളത് തീരുമാനിക്കുന്ന സെൻസർ. അതായത് ഇത് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഓട്ടോ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും, പിന്നെ ഡാർക്ക് മോഡ് ലൈറ്റ് മോഡ് സെലക്ട് ചെയ്യാനും തീരുമാനിക്കുന്നത് ഈ സെൻസറാണ്. ലൈറ്റിനനുസരിച്ച് അത് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ആയിട്ട് മാറി ഇപ്പം നിങ്ങൾ കണ്ടു കാണും. അതാണ്. പിന്നെ ഈ മീറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പീരിയോഡിക് മെയിൻ്റനൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പോപ്പപ്പ് ആവും.
പീരിയോഡിക് മെയിൻ്റനൻസിൻ്റെ സമയമോ കിലോമീറ്ററോ ഏതാണോ ആദ്യം വരുന്നത് അതനുസരിച്ച് ഇതിൻ്റെ പോപ്പപ്പ് അപ്പിയർ ആവും. അതാണ് ഈ മീറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത. അതിപ്പോൾ പീരിയോഡിക് മെയിൻ്റനൻസ് ആണെങ്കിൽ 500 കിലോമീറ്റർ മുമ്പ് അല്ലെങ്കിൽ 1 മാസം. ഇനി ഓയിൽ ചേഞ്ച് ആണെങ്കിൽ 100 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസം മുമ്പോ ആണ് ഇതിൻ്റെ പോപ്പപ്പ് അപ്പിയർ ആവുക. വണ്ടി ഡെലിവറി എടുക്കുമ്പം ഒന്നുകിൽ സർവീസ് അഡ്വൈസറോ മെക്കാനിക്കോ പോപ്പപ്പ് ആകുന്ന രീതിയിൽ മീറ്ററിൽ ഇത് സെറ്റ് ചെയ്ത് തരും. ഈ മീറ്റർ തന്നെയാണെന്ന് തോന്നുന്നു മറ്റേ കൂടിയ സ്മാർട്ട് വണ്ടി വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ റോഡ് സിങ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് അത് സിങ്ക് ചെയ്തിട്ട് വണ്ടിയുടെ ഇൻഫർമേഷൻസൊക്കെ അത് നമ്മുടെ ഫോണിൽ അറിയുന്ന രീതിയിൽ സിങ്ക് ചെയ്യാൻ സാധിക്കും. ആ വണ്ടി വരികയാണെങ്കിൽ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയാണ് മീറ്റർ അസംബ്ലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ വണ്ടി ഫ്യൂവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ E20 ഫ്യൂവൽ കമ്പാറ്റബിൾ ആണ്. അത് പഴയ മോഡലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇതിൻ്റെ കൺവീനിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റ് വെക്കാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഉണ്ടല്ലേ. ഒരു ഹെൽമെറ്റ് വെക്കാം. ജൂപ്പിറ്റർ പോലെ ഒന്നും പ്രതീക്ഷിക്കരുത്, അത്രയ്ക്കൊന്നും സ്പേസ് ഇല്ല അല്ലേ. ജൂപ്പിറ്ററിന് 2 ഹെൽമെറ്റ് വെക്കാം അല്ലേ. അത്രയ്ക്ക് സംഭവമൊന്നുമില്ല. ഇപ്പോൾ സാധാരണ ഹോണ്ട ഇപ്പം അവരുടെ സംബന്ധിച്ച് വണ്ടി ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സാധാരണ രീതിയിലൊക്കെ ഓരോ കമ്പനികൾ ഓരോ സർവേ ഒക്കെ നടത്തി ജനങ്ങൾക്കിടയിൽ ഒരു സർവേ ഒക്കെ നടത്തി നല്ല രീതിയിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ അന്വേഷിച്ച് സ്വീകരിച്ചൊക്കെയാണ് സാധാരണ വണ്ടികളൊക്കെ ഇറക്കുന്നത്. ഹോണ്ട അവരുടെ സൗകര്യത്തിനനുസരിച്ചേ വണ്ടി ഇറക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്ഥലമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ മറ്റൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു പോക്കറ്റുണ്ട്. നിങ്ങളുടെ ചാർജ് ചെയ്യുന്ന ഫോണ് ഇവിടെ വെക്കാം. ഇവിടെ ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. അതായത് C-to-C ആണ്. ഹൈ എൻഡ് മൊബൈൽ ഫോണൊക്കെ വാങ്ങുമ്പം അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന കേബിളാണ് C-to-C. കുറഞ്ഞ ഫോണിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ സാംസങ്ങിൻ്റെ എനിക്ക് തോന്നുന്നു S24 ഉണ്ടെന്ന് തോന്നുന്നു C-to-C. കണ്ടില്ലേ? ആണോ? C-to-C ആണോ അത്? ചെറിയൊരു പോക്കറ്റ്. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഹോണ്ട പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കീ ഓണാക്കി എൻജിൻ സ്റ്റാർട്ടാക്കാതെ ചാർജ് ഇടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു തുണിക്കകത്ത് പോലും പൊതിഞ്ഞിട്ടേ ഫോൺ ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ മുഞ്ചത്തെറ്റും അല്ലേ. ഇനി ബോഡി പാർട്സ് നിങ്ങൾ ഈ വണ്ടിക്ക് വന്ന മാറ്റങ്ങൾ പഴയ ആക്റ്റീവ് 125 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ബോഡി പാർട്സിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ബോഡി പാർട്സിൽ മാത്രമല്ല എൻജിൻ പാർട്സിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പഴയ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 177 പാർട്സ് ഈ വണ്ടിക്ക് മാറിയിട്ടുണ്ട്. അതായത് ബോഡി പാർട്സ് മാത്രമല്ല, അതായത് ബോഡി പാർട്സ് മതി. ഹെഡ്ലൈറ്റ്, ഈ ഫെൻഡർ വരെ മാറ്റമുണ്ടെന്നാണ് പറയുന്നത്. ഈ പീസ് ഇതെല്ലാം മാറ്റമാണ്. അതെല്ലാം പോട്ടെന്ന് നോക്കാം. ഇതിൻ്റെ എൻജിൻ്റെ ക്രാങ്ക് കേസ്, സിലിണ്ടർ കിറ്റ്, ക്രാങ്ക് ഷാഫ്റ്റ്, പിസ്റ്റൺ അതെല്ലാം മാറിയിട്ടുണ്ട്. ടോട്ടൽ ബോഡി മാറിയിട്ടുണ്ട്. ഫ്യൂൽ ടാങ്ക് മാറിയിട്ടുണ്ട്. സൈലൻസർ മാറിയിട്ടുണ്ട്. സൈലൻസർ മാറിയ കാര്യം പിന്നെ അറിയാം. ഇത് എക്സ്ട്രാ ഒരു സെക്കൻഡറി ഓക്സിജൻ സെൻസർ പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സൈലൻസർ മാറിയത്. പിന്നെ ബെൽറ്റിന് മാറ്റമുണ്ട്. അതായത് ഡ്രൈവ് ബെൽറ്റ് എന്ന് പറഞ്ഞ സംഗതിക്ക് മാറ്റമുണ്ട്. വയറിംഗ് കിറ്റ് പിന്നെ ഫുള്ള് മാറാതെ പറ്റിയല്ലോ. ഹെഡ്ലൈറ്റ് അസംബ്ലിക്ക് കാര്യം ഞാൻ പറഞ്ഞല്ലോ. മീറ്റർ അസംബ്ലി, ACG ജനറേറ്ററിന് വരെ ഇതിന് മാറ്റമുണ്ട്. പണ്ടൊക്കെ സ്കൂട്ടറൊക്കെ സ്റ്റാർട്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന സൗണ്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അതെല്ലാം പോയിട്ട് ഇപ്പോൾ വളരെ സൈലൻ്റാണ് സ്കൂട്ടറുകളൊക്കെ സ്റ്റാർട്ടാകുന്നത്. കണ്ടോ? ആ ഗിയർ മെഷ് ചെയ്യുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് മോട്ടർ ഉണ്ട്. ആ സ്റ്റാർട്ടിംഗ് മോട്ടറിൽ നിന്ന് ബെൻഡക്സെ കണക്ട് ചെയ്യും. ബെൻഡക്സിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റെ പിടിപ്പിച്ചിരിക്കുന്ന ഒരു വീലെ കണക്ട് ചെയ്യും. ആ വീൽ ക്രാങ്ക് ഷാഫ്റ്റിനെ കറക്കിയിട്ടാണ് നേരത്തെ എൻജിൻ സ്റ്റാർട്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഇപ്പോൾ നിലവിൽ ഒറ്റയടിക്ക് ക്രാങ്കിനെ ടച്ച് ചെയ്യാതെ ക്രാങ്കിനെ കറക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇതിനകത്ത് ബാറ്ററി കറണ്ട് എന്ന് പറഞ്ഞാൽ DC ആണല്ലോ. ആ DCനെ AC ആക്കി മാറ്റി നമ്മുടെ ഫാനൊക്കെ കറങ്ങുന്ന അതേ ടെക്നോളജി പോലെ. ഫാൻ കറങ്ങുമ്പോൾ വലിയ ശബ്ദമൊന്നുമില്ലല്ലോ, കാറ്റിൻ്റെ ശബ്ദമല്ലാതെ മോട്ടറിന് വലിയ കാര്യമായിട്ടുള്ള ശബ്ദമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ AC DC ആക്കി മാറ്റി ആ സെയിം ടെക്നോളജി നമ്മുടെ വീടിനൊക്കെ ഉള്ളിലുള്ള ഫാനിൻ്റെ അതേ ടെക്നോളജി പോലെ ക്രാങ്കിനെ കറക്കിയാണ് AC ജനറേറ്റർ ACG സെൻസർ വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ കേൾപ്പിക്കാം. അതുപോലെ എൻജിൻ്റെ നോയ്സ് ഒന്ന് കേട്ടോ. പിന്നെ ഉള്ളൊരു ഭൗരിപ്രദമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടെക്നീഷ്യന്മാർക്കാണ്. അതായത് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ബോഡി മൊത്തം ഫുള്ള് പൊക്കിയാൽ
സ്പാർക്ക് പ്ലഗ്, വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുക, ഹെഡ് കവർ പാങ്ങിങ് മാറുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു കവറുണ്ട്, 4 സ്ക്രൂ അടിച്ചാൽ മതി. ഇതടിച്ചാൽ ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഉള്ള വർക്കാണെങ്കിൽ ഈ കവർ പൊക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു കേസിൽ ഐഡ്ലിംഗ് സ്പീഡ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ കവർ അടിച്ചാൽ മതി. 4 അല്ല 6 സ്ക്രൂ ഉണ്ട്, അത് കുഴപ്പമില്ല. എന്നാലും സൗകര്യപ്രദമാണെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ട്രാൻസ്മിഷൻ്റെ കാര്യം അറിയാമല്ലോ, ഓട്ടോമാറ്റിക്കാണ്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ മുഷിപ്പിക്കുന്നില്ല. അതുപോലെ ടയറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 90-90-12 ബാക്കിൽ 90-100-10 ഒരു ടൂറിസ്റ്റ് ടയറാണ്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് 190 മില്ലിമീറ്ററും ഇതുണ്ടോ ബൈബറിൻ്റെ ഡിസ്കും മിസ്സിനല്ലേ മിസ്സിൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. 190 മില്ലിമീറ്ററിൻ്റെ ഒരു ഡിസ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സിംഗിൾ പിസ്റ്റനാണ് കേട്ടോ, അതുകൊണ്ട് ഒറ്റ പിസ്റ്റനേ ഉള്ളൂ. നേരത്തെയൊക്കെ ആയിരുന്നേ ഇതിൻ്റെ ഫസ്റ്റ് വേർഷനൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റുള്ള വേർഷനായിരുന്നു. ആ കോമ്പിയെ ഇത്ര സിംപ്ലിഫൈ ചെയ്ത ഹോണ്ടയെ നാമിക്കണം. കാരണം വെച്ചാൽ ഫസ്റ്റ് കോമ്പി ബ്രേക്ക് എന്ന് പറയുന്നത് ഏവിയേറ്ററല്ല വന്നത്, ഡിസ്ക് കോമ്പി, അതായത് ഡ്രം കോമ്പി അല്ല, ഈ ഫ്രണ്ട് ഡിസ്ക് വരുന്ന കോമ്പി വരുന്നത് ഏവിയേറ്ററല്ല വന്നത്. അത് 3 പിസ്റ്റനായിരുന്നു. ഫ്രണ്ടിന് വേണ്ടി 2 പിസ്റ്റൺ, ഫ്രണ്ടിലത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ 2 പിസ്റ്റൺ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഇതാ ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ലെഫ്റ്റിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ 1 പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന രീതിയിൽ 3 പിസ്റ്റണുള്ള ബ്രേക്ക് സിസ്റ്റമായിരുന്നു ഫസ്റ്റ് വന്നത്. അത് പിന്നെ സിംപ്ലിഫൈ ചെയ്ത് 2, 3, 4 ഘട്ടങ്ങളോടെ സിംപ്ലിഫൈ ചെയ്താണിത് സിംഗിൾ പിസ്റ്റൺ ആക്കിയത്. ബാക്ക് പിടിക്കുമ്പോഴും ഫ്രണ്ട് പിടിക്കുമ്പോഴും എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു പിസ്റ്റനാണ്. അതായത് ബാക്ക് പിടിക്കുമ്പം ഒരു 60% ബാക്കിലേക്ക് പോകണം, ഒരു 40% ഫ്രണ്ടിലേക്ക് പോകണം. ഫ്രണ്ട് പിടിക്കുമ്പോൾ 100%ഉം ഫ്രണ്ടിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനുള്ളിൽ ഈ കവറിനുള്ളിൽ സെറ്റാക്കി വെച്ചിരിക്കുക ഹോണ്ട. അത് വളരെ കാലത്തെ ഒരു എന്താ പറയുക പരിണാമം തന്നെ പറയേണ്ടി വരും ഈ കോമ്പി ബ്രേക്ക് സിസ്റ്റം. 2009 അവർ ആദ്യമായിട്ട് കോമ്പി ബ്രേക്ക് സിസ്റ്റം കൊണ്ടുവന്നത്. പിന്നെ ബാക്കിയുള്ള യമഹ പോലുള്ള കമ്പനികൾ പിന്നീട് അത് കോപ്പി ചെയ്യുമായിരുന്നു ആ സെയിം ടെക്നോളജി. പിന്നീട് അത് കേന്ദ്ര സർക്കാർ അത് നിർബന്ധമാക്കി. അതെല്ലാം ഈ കോമ്പി ബ്രേക്ക് കൊണ്ടുവന്നതിൽ ഹോണ്ടയ്ക്കാണ് വലിയൊരു പങ്കുള്ളത്. എന്ന് പറയുന്നത് 5.3 ലിറ്റർ. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഫ്യൂവലിൻ്റെ ലിഡ്. 2 ഡ്യുവൽ ലിഡില്ല, അത് ഇതൊരു ലിഡ്, പിന്നീട് ഇതൊരു ലിഡ്. 5.5 ലിറ്റർ ഫ്യൂവല്. ഇത് നേരത്തെ ഇങ്ങനെ വെക്കാറുന്നല്ലോടാ, ഇപ്പോൾ ഇതിങ്ങനെ വെക്കാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് ഇങ്ങനെ വെക്കായിരുന്നു. ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന സാധനം അത്. ഷേ ഇങ്ങനെ പൊക്കി പിടിച്ചോളാം. ഇതുമാരെ എന്നെ പണിയാണ് കാണിച്ചേ. ഇപ്പോൾ വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ വെച്ചു ഇങ്ങനെ വെക്കാൻ വേണ്ടിയുള്ള സംഗതി ആയിരുന്നു അത്. പക്ഷേ അത് ഭയങ്കരമായിപ്പോയി കേട്ടോ. ഇത് ഈ സാധനത്തിനൊക്കെ മാറ്റമുണ്ട്, ഇതിനൊക്കെ മാറ്റമുണ്ടെന്ന് അത് ആ സർക്കുലറിലുണ്ട്, ഇതിനൊക്കെ മാറ്റമുണ്ട്. പക്ഷേ ഈ സാധനം നേരത്തെ സിമ്പിളായിട്ട് ഇങ്ങനെ കൊണ്ടങ്ങ് വെക്കായിരുന്നു. അപ്പം അതൊക്കെ പോയിട്ട് ടൈറ്റായി. അങ്ങനെ വരുന്ന കാര്യം. ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ലൈറ്റിംഗ് ഇത് LED ആണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. പിന്നെ DRL ഇതും LED. ഇതും LED. 3 LED, 1, 2, 3. പിന്നെ വന്നേക്കുന്ന ഇൻഡിക്കേറ്റർ ഫുള്ള് ബൾബ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ. ബാക്കിലും ബൾബ, ടെയിൽ ലൈറ്റും ബൾബ, പാർക്കും ബൾബ, സ്റ്റോപ്പ് ലൈറ്റും ബൾബാണ്, റണ്ണിങ് ലൈറ്റും ബൾബ, ബ്രേക്ക് ലൈറ്റും ബൾബാണ്, അതുപോലെ തന്നെ പാർക്ക് ലൈറ്റും ബൾബ, കണ്ടോ. പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസറുണ്ട്. അതൊക്കെ എന്താ WVT എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് വോൾ വെഹിക്കിൾ ടൈപ്പ് അപ്രൂവൽ എന്ന് പറയും. സൈഡ് സ്റ്റാൻഡ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നതുകൊണ്ടിരുന്നതുകൊണ്ട് ഇതാണ് സെൻസർ. വോൾ വെഹിക്കിൾ ടൈപ്പ് അപ്രൂവൽ എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആ നിയമം കൊണ്ടുവന്നത്. ഇപ്പോൾ എല്ലാ വണ്ടിക്കും സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വേണം, അത് ഇതിനുമുണ്ട്. ഈ വാഹനത്തിൻ്റെ ബോഡി ഡയമെൻഷൻസ്, അതായത് അതുപോലെ തന്നെ എൻജിനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പവർ ഫിഗേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല. കാരണം പഴയ വണ്ടിയുടെ ചെറിയ വ്യത്യാസം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എൻജിൻ ഭാഗങ്ങളിലും പിന്നെ ബോഡിയുടെ വെയിറ്റ് സംബന്ധിച്ച പല കാര്യങ്ങളും വ്യത്യാസം വന്നേക്കുന്നതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പക്ഷേ ഞാൻ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് പവർ ഫിഗേഴ്സിൽ വലിയ മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നിയില്ല. ഇപ്പോൾ വണ്ടി കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടെ ഒരു സിമ്പിളായിട്ട് തോന്നി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ വെയിറ്റ് കുറച്ചതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. കുറച്ചും കൂടെ സ്മൂത്താണ് എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നി. ഇതിൻ്റെ 125cc DO 125 എനിക്ക് ഉള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആണ് ഞാൻ പറഞ്ഞത്. പവറിൽ വലിയ കാര്യമായിട്ടുള്ള
മാറ്റങ്ങൾ വന്നിട്ടില്ലെന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട സംഗതികൾ. വണ്ടി എടുക്കുകയാണെങ്കിൽ 3 വർഷം വാറണ്ടി ഉണ്ട്. വണ്ടിക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും. കാരണം സെൻസറുകളൊക്കെയാണ്, ഇപ്പോൾ ഏത് കമ്പനി സെൻസർ ഉണ്ടാക്കിയാലും അതിനൊക്കെ ക്വാളിറ്റിക്ക് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ഹോണ്ട ആണെങ്കിലും മാരുതി ആണെങ്കിലും ഏതൊരു കമ്പനി ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 വർഷം വാറണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ 3 വർഷം കൃത്യമായിട്ട് സർവീസ് ചെയ്യുക. കാരണം ECU, ടോട്ടൽ ബോഡി, പിന്നെ AC, ഞാനീ പറഞ്ഞ ACG സെൻസർ, AC ജനറേറ്റർ എന്ന് പറയുന്നത് ഈ സംഗതി, AC ജനറേറ്റർ ഇതുണ്ട്. ഇതിനുള്ളിൽ വരുന്ന മാഗ്നറ്റോ കോയിൽ എന്നൊക്കെ പറയുന്ന സംഗതിക്കൊക്കെ ഭയങ്കര വിലയാണ്. 6000 രൂപയൊക്കെയാണ് ഇതിൻ്റെ വണ്ടി ഇതിൻ്റെ വില. ഈ 3 വർഷം കൃത്യമായിട്ട് സർവീസ് ചെയ്ത് ആ വാറണ്ടി നിങ്ങൾ നഷ്ടപ്പെടാതെ ശ്രമിക്കുക. പിന്നെ വണ്ടി എടുക്കുമ്പോൾ തന്നെ 3 വർഷം വാറണ്ടിയുടെ കൂടെ നിങ്ങൾ 7 വർഷം അഡീഷണൽ വാറണ്ടിയും കൂടെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. അങ്ങനെയാണെങ്കിൽ 2000 രൂപ നിലവിലെ സാഹചര്യത്തിൽ 2000 രൂപ താഴെ ആകത്തുള്ളൂ. നിലവിൽ ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 2000 രൂപ താഴെ 7 വർഷത്തെ അഡീഷണൽ വാറണ്ടിക്ക് ആകത്തുള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് വെച്ചാൽ 10 വർഷം ടോട്ടൽ വാറണ്ടി കിട്ടും. ഞാനത് എടുത്തിട്ടുണ്ട് എൻ്റെ Dio 125-ന്. കൃത്യമായിട്ട് സർവീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആ വാറണ്ടി നിങ്ങൾ വളരെ ഗുണമുള്ളതാണ്. അപ്പോൾ 10 വർഷം വാറണ്ടിയോട് കൂടി തന്നെ നിങ്ങളിത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. അതുപോലെ തന്നെ ഈ മീറ്റർ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. എൻ്റെ കാര്യം കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, ചെയ്തെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്ന് വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. വന്നാൽ വന്നു, മനുഷ്യൻ്റെ കാര്യമല്ലേ. ഇപ്പോൾ SP 125 പുതിയ വന്നിട്ടുണ്ട്, യൂണിക്കോൺ 160 പുതിയത് വന്നിട്ടുണ്ട്, പിന്നെ ലിവോ വന്നിട്ടുണ്ട്, Dio 110 വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ OBD2B വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കൊണ്ടുവന്ന് ചെയ്യാം. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണും വരെ എന്തെങ്കിലും കണ്ടാൽ കണ്ടു. വണക്കം, എല്ലാവർക്കും ശുഭദിനം.